ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് രസഗുല്ല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതധികം സ്വീറ്റ് ഇല്ലാത്ത ഒരു സ്വീറ്റാണ്. അധികം മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്വീറ്റ് ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന രസഗുല്ല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം പനീർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കുകയാണ്. പനീർ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അധികം പാടുള്ള പണിയൊന്നുമല്ല, പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിടുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒന്നല്ലെങ്കിൽ നാരങ്ങാ നീര് അല്ലെങ്കിൽ വിനീഗർ, ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നാരങ്ങാ നീരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന പാലായതുകൊണ്ട് ഇതിലേക്ക് എത്രയാണ് വേണ്ടതെന്നറിയാം. അപ്പോൾ പാലിൻ്റെ കട്ടി അനുസരിച്ചിരിക്കും നമ്മൾ നാരങ്ങാ നീര് ചേർക്കുന്നതിൻ്റെ അളവ്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ 1.5 ടേബിൾ സ്പൂണിൽ നിന്ന് ചേർത്ത് നോക്കുക. എന്നിട്ട് ഇതുപോലെ പിരിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ വീണ്ടും 1/2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക. നാരങ്ങാ നീര് കൂടിപ്പോയാൽ പുളിപ്പ് വരും. ഫ്ലെയിം കുറച്ച് തന്നെ ഇടണം, അല്ലെങ്കിൽ തിളയ്ക്കും. നമ്മൾ നാരങ്ങാ നീര് ചേർക്കുന്ന സമയത്ത് തിളയ്ക്കരുത്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് ഐസോ അല്ലെങ്കിൽ ഐസ് വാട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഐസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ചൂട് പെട്ടെന്ന് തന്നെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൂടങ്ങനെ നിൽക്കുമ്പോൾ പനീർ ഹാർഡായി പോവും. ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി ഞാനിതുപോലെ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു അരിപ്പപാത്രം വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു കോട്ടൺ തുണി, കുറച്ച് ഇഴയകലുള്ള തുണി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പനീർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ പാല് തിളയ്ക്കുന്നതിന് മുന്നേ എല്ലാം റെഡിയാക്കി വെക്കണം. അത് എല്ലാം പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പാല് പിരിഞ്ഞാൽ പിന്നെ അധിക നേരം അതിൽ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് തണുത്ത വെള്ളത്തിൽ ഞാൻ ഒന്നുകൂടി കഴുകിയെടുക്കുകയാണ് ഇതുപോലെ. അപ്പോൾ വെള്ളം മേലെ ഊറ്റിയാലും മതി, പനീറിൻ്റെ മേലെ വെള്ളം ഒന്ന് ഊറ്റിയാലും മതി. അപ്പോൾ അധികം പുളിയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് അപ്പോൾ സാധാരണ പനീർ ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ വെയിറ്റ് വയ്ക്കും. അപ്പോൾ ഇത് രസഗുല്ലയ്ക്ക് ആയതുകൊണ്ട് ഞാൻ വെയിറ്റ് വയ്ക്കുന്നില്ല. ഇതിന് കുറച്ച് ഈർപ്പം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റ് വയ്ക്കണ്ട. വെയിറ്റ് വയ്ക്കാതെ ഞാനൊരു അരമണിക്കൂർ ഇതുപോലെ തന്നെ ഈ അരിപ്പയിൽ ഇതുപോലെ വയ്ക്കുകയാണ്. ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ടങ്ങ് പൊക്കോളും. അരമണിക്കൂറിൽ 40 മിനിറ്റ് വരെ വച്ചാൽ മതി. ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഈർപ്പമൊന്നും അധികം പോയിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ നന്നായിട്ട് ബലം പ്രയോഗിച്ച് കുഴക്കരുത്. ഇതുപോലെ സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് വലിയ ബോൾസ് ആവരുത്. ഇത് ഇനി ഷുഗർ സിറപ്പിലിട്ട് തിളപ്പിക്കാനുള്ളതാണ്. ആ സമയത്ത് വീണ്ടും ഇത് വലുതാവും. അപ്പോൾ ഒരു മീഡിയം സൈസിൽ നിങ്ങൾ ബോൾസ് ഉണ്ടാക്കുക. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ക്രാക്സ് ഒന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കുക. ക്രാക്സ് ഒന്നും വരില്ല, നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതുപോലെ നന്നായിട്ട് ബോൾസ് ആക്കിയെടുക്കുക. ഞാനിവിടെ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സിറപ്പിലിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഇതിലേക്ക് 6 കപ്പ് വെള്ളം വരെ ഒഴിക്കും. ഞാനിപ്പോൾ 4 കപ്പാണ് എടുത്തിട്ടുള്ളൂ. ഞാനിതിലേക്കൊരു 3 ഏലക്ക കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പഴുക്കുള്ള പഞ്ചസാരയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാലുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഏലക്ക ഇടുന്നതിന് മുന്നേ ചെയ്യണം. അപ്പോൾ പിന്നെ നന്നായിട്ടങ്ങ് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിയുമ്പോൾ പതഞ്ഞങ്ങ് പൊങ്ങി വരും. പൊങ്ങി വരുന്നത് പഞ്ചസാരയിലെ അഴുക്കോട് കൂടിയാണത് വരുന്നത്. അപ്പോൾ അതങ്ങ് എടുത്ത് മാറ്റി കളഞ്ഞാൽ നല്ല തെളിഞ്ഞ് ഷുഗർ സിറപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് വട്ടമുള്ള പാത്രത്തിലായിരിക്കണം ഷുഗർ സിറപ്പ് വയ്ക്കേണ്ടത്. ഇത് തിളച്ചൊന്നങ്ങ് വെന്ത് വരുമ്പോഴത്തേക്കും ഒന്നുകൂടെ സൈസാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥലം വേണം പാത്രത്തിന്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ തിളയ്ക്കണം. എന്നിട്ട് വേണം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാനായിട്ട്.
ഇതിപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇട്ട പോലെയല്ല, ഇതിൻ്റെ സൈസ് കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പോൾ മുഴുവനായിട്ട് അടയ്ക്കരുത്, ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് അടയ്ക്കണം. ഇനി ഇതുപോലെ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. മീഡിയം ഫ്ലെയിമിലായാലും സിറപ്പ് നന്നായിട്ട് തിളച്ചുകൊണ്ടേ ഇരിക്കണം. ഇതിവിടെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്നുകൂടെ കൂട്ടിയിടുകയാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കുകയാണ്. ഇവിടെ വീണ്ടും 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ രസഗുല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുക്കണം. തണുത്താൽ മാത്രം പോരാ, ഒരു ദിവസം ഫുള്ള് ഇരുന്നാലാണ് നന്നായിട്ട് സിറപ്പ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി നല്ല സോഫ്റ്റ് ആവുള്ളൂ. രസഗുല്ല ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.